വെൽക്കം ടു റെഡ് ഹോക്സ് ന്യൂസ്. ഇന്ത്യയിലെ പ്രധാന വാർത്തകൾ നവംബർ 16, 2025. ദേശീയ വാർത്തകൾ. ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗുകയാണ്. ചാവേറായ ഡോക്ടർ ഉമർ നബിയും 2 കൂട്ടാളികളും 2022 തുർക്കി സന്ദർശിച്ചതായി കണ്ടെത്തലുകൾ. ഇയാളുടെ ജമ്മു കാശ്മീരിലെ വീട് സൈന്യം ഇടിച്ചു നിരത്തി. ചാവേർ ഉപയോഗിച്ച കാറിൽ നിന്ന് 9 mm കാട്രിഡ്ജുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഭീകരപ്രവർത്തനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 4 ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ മെഡിക്കൽ ബോഡി റദ്ദാക്കി. ബിഹാർ തിരഞ്ഞെടുപ്പ് ഫലവും രാഷ്ട്രീയ സാഹചര്യവും. 2025 ബിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA, BJP, JDU സഖ്യം ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തി. നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ചിരാഗ് പാസ്വാന്റെ LJP രാം വിലാസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തോൽവിയുടെ പശ്ചാത്തലത്തിൽ RJD സഖ്യത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമായി. ലാലു യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയും പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കാൻ കോൺഗ്രസ് നേതാക്കളോട് ശശി തരൂർ ആവശ്യപ്പെട്ടു. വടക്കേ ഇന്ത്യയിലെ അന്തരീക്ഷ മലിനീകരണം. ഡൽഹിയിലും NCRലും വായു ഗുണനിലവാര സൂചിക AQI ഗുരുതരമായ നിലയിൽ തുടരുന്നു. മലിനീകരണം വളരെ ഗുരുതരമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വായു മലിനീകരണം രൂക്ഷമായതോടെ ഡൽഹിയിലെ ചില സ്കൂളുകളിൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹൈബ്രിഡ് ക്ലാസുകൾ ഏർപ്പെടുത്തി. ഉത്തർപ്രദേശിലെ അപകടങ്ങൾ. UPയിലെ സോൻഭദ്രയിൽ ക്വാറി ഇടിഞ്ഞു വീണ് ഒരു തൊഴിലാളി മരിക്കുകയും 15 പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. UPയിലെ ബരാബങ്കിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. കേരള വാർത്തകൾ. രാഷ്ട്രീയ പ്രവർത്തകരുടെ ആത്മഹത്യാ ശ്രമങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് CPM നേതാവ് പാർട്ടി പദവികൾ രാജിവെച്ചു. പാലക്കാട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റ് സംഭവങ്ങൾ. അരൂർ തുരവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ കൈമാറി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബൌളർമാർ ആധിപത്യം സ്ഥാപിച്ചു. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗർഡർ അപകടത്തിൽപ്പെട്ട പള്ളിപ്പാട് തെക്കേക്കര കിഴക്ക് ജിഷ്ണുവിന്റെ കുടുംബത്തിന് 25 ലക്ഷം കൈമാറി. നന്ദി. റെഡ് ഹോക്ക് ന്യൂസ്.